പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലൈറ്റ് ബൾബ്സ് അല്ലെങ്കിൽ ചെയിൻ ഓഫ് ഗ്ലോറി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ബ്ലീഡിംഗ് ഹാർട്ട് വൈനിൻ്റെ അതേ ഫാമിലിയിൽപ്പെട്ട ക്ലിയോഡെൻഡ്രം ഫാമിലിയിൽപ്പെട്ട ക്ലിയോഡെൻഡ്രം സ്മിഥിയാനം എന്ന ചെടിയാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നവംബറോടുകൂടി പൂക്കൾ ബഡ്സ് ഉണ്ടാവുകയും ഡിസംബർ, ജനുവരി, ഫെബ്രുവരി വരെ നിറഞ്ഞ് പൂത്ത് കിടക്കുകയും ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്കാണ് പൂക്കൾ പതുക്കെ വിരിഞ്ഞ് വരുന്നത്, നമ്മുടെ കൊന്ന കണക്കെ. അപ്പം ഒരു 3 മാസക്കാലത്തോളം ആ പ്ലാന്റ് നിറയെ പൂവിട്ട് നിൽക്കുകയും ചെയ്യും. മണിക്കൊന്ന അല്ലെങ്കിൽ വെള്ളക്കൊന്ന എന്നൊക്കെ ഇതിന് പറയപ്പെടുന്നുണ്ട്. ഹമ്മിങ് ബേർഡ്സിനെയും ബട്ടർഫ്ലൈസിനെയും വളരെയേറെ അട്രാക്റ്റ് ചെയ്യുന്നൊരു ചെടിയാണിത്. ഇതിനെ നമുക്ക് നിലത്ത് വെച്ച് പിടിപ്പിക്കാം അല്ലെങ്കിൽ പോട്ടിൽ വയ്ക്കാം. പോട്ടിൽ വയ്ക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം വലിയൊരു പോട്ടിൽ തന്നെ വയ്ക്കുക. കാരണം ഇതിന് ഒരു ചെറിയൊരു മരം കണക്കെ വളരുന്നൊരു ചെടിയാണിത്. അപ്പം നമുക്ക് പ്രൂൺ ചെയ്ത് നമ്മുടെ ഇഷ്ടാനുസരണം വയ്ക്കാം. അത് ബോൺസൈ ആക്കി പോലും വളർത്തിയെടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ ചെടി ഒരു സിമെൻറ്റ് പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. 3 വർഷമായിട്ട് ഈ പോട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിറയെ റൂട്ട്സ് മുകളിലോളം വന്ന് തിങ്ങി നിൽക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറം അത് വളരുന്നില്ല. ഒരു ചെറിയ കുറ്റിച്ചെടി കണക്കെ നിന്നിട്ട് അതിനകത്ത് പൂക്കളുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ചെടി ഫുൾ സണ്ണിലാണ് വെച്ചിരിക്കുന്നത്. ഫുൾ സണ്ണിലാണ് എനിക്ക് നന്നായിട്ട് പൂക്കളിടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. പാർഷ്യൽ ഷെയ്ഡിലും ഇതിനെ വെക്കാം. പാർഷ്യൽ ഷെയ്ഡിലും ഞാൻ ചെടി വെച്ചിട്ടുണ്ട്. അതിലപ്പം ഫുൾ സണ്ണിൽ വെച്ച അത്രയും റിസൾട്ട് കണ്ടിട്ടില്ല. പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ് മുറിച്ച് നമുക്ക് പുതിയ പ്ലാന്റിനെ നട്ടുപിടിപ്പിക്കാം. വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ്. പെട്ടെന്ന് കമ്പ് പിടിച്ച് കിട്ടും. പിന്നെ പൂക്കൾ കഴിഞ്ഞാൽ നമുക്കിതിനെ പ്രൂൺ ചെയ്യാം. നന്നായി പ്രൂൺ ചെയ്യാം. പ്രൂൺ ചെയ്ത് മാറ്റി വയ്ക്കാം. മഴ കൊണ്ടാലൊന്നും ഒരു കുഴപ്പമില്ല. നല്ല ഹാർഡ് സ്റ്റമ്മാണ് ഇതിൻ്റെത്. പ്രൂൺ ചെയ്തില്ലെങ്കിൽ ഇതൊരു കുറ്റി മരമായിട്ടൊരു ചെറിയ മരമായിട്ട് വളരും. ചട്ടിയിലാണ് വളർത്തുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ബാക്കി ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്കൊരു അംബ്രല ടൈപ്പ് പോലെ ഒറ്റൊരു സ്റ്റെമ്മ് മാത്രം വെച്ച് ഒരു പരിധി കഴിഞ്ഞാൽ അതിനെ വളരാൻ അനുവദിക്കുക. അപ്പോൾ ഒരു അംബ്രല ടൈപ്പിൽ ചെടിയാക്കി കിട്ടും. വളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സെപ്റ്റംബർ, ഒക്ടോബറോട് കൂടി ഇതിന് നല്ല വളങ്ങൾ കൊടുത്തു തുടങ്ങുക. ഉണക്ക ചാണകം, പിന്നെ ജൈവ വളങ്ങൾ എന്തൊക്കെയുണ്ടോ ആട്ടിൻ കാട്ടായാലും അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത്, ഇതൊക്കെ നമ്മൾ ഈ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കൊടുത്താൽ മതി. ബാക്കി സമയങ്ങളിലൊക്കെ ഇതിന് അത്യാവശ്യം വെള്ളവും പിന്നെ ബാക്കി ചെടികൾക്ക് ഗാർഡനിൽ നമ്മൾ ബാക്കി ചെടികൾക്ക് എന്താ പറയണ്ടേ വളങ്ങൾ കൊടുക്കുമ്പോൾ കുറച്ച് വളം ഇതിനും കൊടുത്ത് ഒന്ന് സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളൂ. ഒക്ടോബർ, നവംബർ ആ ഒരു സമയത്ത് നമുക്ക് വളങ്ങൾ ചേർത്ത് ഇതിന് പൂക്കളുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വിൻ്റർ ഫ്ലവേഴ്സ് എന്ന് തന്നെ പറയാം. ഗാർഡനിൽ എന്തായാലും ഉൾപ്പെടുത്തേണ്ട ഒരു ചെടിയാണ്. കാരണം ഒട്ടും തന്നെ കീടശല്യമില്ല, മെയിൻ്റനൻസേ ഇല്ല. ഫ്ലവേഴ്സ് അങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കൊന്നപ്പൂ കണക്കെ കാസ്കേഡിങ് ഫ്ലവറാണ്. അത് ഹാങ് ഡൗൺ ചെയ്യും. അപ്പോൾ നമുക്ക് നന്നായി പ്രൂൺ ചെയ്തിട്ട് ഹാങ്ങിങ് ബാസ്ക്കറ്റിലും വേണമെങ്കിൽ പ്ലാന്റ് ചെയ്യാം. മണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പോട്ടിംഗ് മിക്സ് നമ്മൾ ഈ ചെടി നടുമ്പോൾ തന്നെ അത്യാവശ്യം വളങ്ങൾ ചേർത്ത് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി എടുക്കുക. പിന്നീട് ഫെർട്ടൈലായിട്ടുള്ള മണ്ണും അതുപോലെ വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള നന്നായിട്ട് നീർവാർച്ചയുള്ള മണ്ണും അത്യാവശ്യമാണ്. വെള്ളം ഒട്ടും തന്നെ കെട്ടിക്കിടക്കാൻ പാടില്ല. എല്ലാ ദിവസവും വെള്ളം നനച്ച് കൊടുത്തിട്ടില്ലെങ്കിലൊന്നും വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഇടവിട്ട ദിവസങ്ങളിലെങ്കിലും നന കൊടുക്കുക. പ്രത്യേകിച്ച് പൂക്കളുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും നനച്ച് കൊടുക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. ഏകദേശം 2 മീറ്ററോളം പൊക്കം വെക്കും ഈ ചെടി. എന്നാലും വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ചെടിയാണ്. ഗാർഡനിലൊരു കുറ്റിച്ചെടി അല്ലെങ്കിൽ ഒരു മരം ഒക്കെ ചെറിയൊരു മരം ടൈപ്പിലുള്ള ഒരു ചെടി വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. ഇതിൻ്റെ പൂവിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഇതിന് ലൈറ്റ് ബൾബ് എന്നുള്ള പേരും വന്നത്. അതിൻ്റെ ബഡ്സ് മൊട്ടുകൾ ഈ ബൾബ് കണക്കെയാണുള്ളത്. പ്ലാന്റ് ഫുൾ ബ്ലൂമിലുള്ള സമയത്ത്, നിറയെ പൂത്ത് നിൽക്കുന്ന സമയത്ത് വളരെ അട്രാക്റ്റീവാണ്. കമ്പ് നമ്മൾ വെറുതെ ഒടിച്ചു കുത്തിയാൽ തന്നെ പിടിച്ചു കിട്ടുന്നൊരു ചെടിയാണ്. ഇതിന് രാസവളങ്ങളൊന്നും ഞാനിതുവരെ കൊടുത്തിട്ടില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്.
അത്യാവശ്യം ചാണകപ്പൊടിയും പിന്നെ കിച്ചൺ വേസ്റ്റ് തന്നെയാണ്, എഗ് ഷെല്ലും അല്ലെങ്കിൽ ചായച്ചണ്ടി ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള കിച്ചൺ വേസ്റ്റാണ് അധികവും ഈ പോട്ടിൽ ഞാൻ ഇടാറുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചെടിയെക്കുറിച്ച് പറയാനുള്ളത്. ഹാപ്പി ഗാർഡനിങ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.